ഹലോ ബഡീസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂപ്പർ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്കാണ് പോകുന്നത്. ഹണ്ടർ എക്സ് ഹണ്ടർ സീസൺ 2 എപ്പിസോഡ് 36 ജിങ് ആൻഡ് ഗോൺ. ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ള ആ ഒരു അന്വേഷണം, ഇതൊക്കെയാണ് ഈ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. നമ്മളിൽ പലർക്കും ഇതിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു കിഡു ലൊക്കേഷനിൽ നിന്നാണ്. ഗോണിന്റെ സ്വന്തം വേൾ ഐലൻഡ്. അവിടെ ആരുണ്ടെന്നറിയാമോ? മലമുകളിലെ ഒറ്റ വീട്ടിന് മുന്നിൽ അലക്കിയ തുണികൾ അയയിൽ കെട്ടിക്കൊണ്ട് മിറ്റോസാൻ. ആരെയോ കാത്തിരിക്കുന്ന പോലെ ഒരു ഫീൽ അല്ലേ? അപ്പോഴാണ് ആരോ വിളിക്കുന്നത്. മിറ്റോസാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദാ നമ്മുടെ ഗോൺ ഓടി വരുന്നു. ഗോണെ, നീ തിരിച്ചു വന്നോ എന്ന് പറഞ്ഞ് മിറ്റോസാൻ കരയുന്നുണ്ട്. ഫുൾ ഹാപ്പി. ഞാൻ അവസാനം എത്തിയല്ലോ എന്ന് ഗോൺ പറയുന്നു. പിന്നെ മിറ്റോ അവനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിറ്റോ ആന്റി എന്തൊരു സ്നേഹനിധി ആന്റിയാണെന്നറിയാമോ? ഗോൺ ഒറ്റയ്ക്കല്ല എന്നുടനെ മനസ്സിലാക്കി. നീ കിൽവി ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെ അവർക്ക് അറിയാൻ പറ്റിയത്? ഗോണിന്റെ കൂട്ടുകാരെ കുറിച്ച് മിറ്റോ ആന്റിക്ക് ഒരു സിക്സ്ത് സെൻസ് ഉള്ളതുപോലെ നിങ്ങളുടെ ഫാമിലിയിലും ആരെങ്കിലും ഇതുപോലെ ഉണ്ടാവും. അപ്പൊ ഇനി കാണിക്കുന്നത് എല്ലാവരും കൂടി വീട്ടിൽ ചായ കുടിക്കുന്നതാണ്. മിറ്റോ ആന്റി എപ്പോഴുമുള്ള പോലെ കെയറിംഗ് ആയിട്ട് പറയുന്നു, എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നിന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു, നമുക്കൊന്നും കൊടുക്കാനില്ല. ഗോൺ എപ്പോഴുമുള്ള പോലെ ഒന്നുമില്ല ആന്റി, പ്രശ്നമില്ല എന്ന് പറയുന്നു. പക്ഷേ മിറ്റോ ആന്റി നമ്മുടെ അമ്മമാരെ പോലെ എങ്ങനെയാ നിന്റെ കൂട്ടുകാരന് പ്രശ്നമില്ല എന്ന് പറയുന്നത്? അവൻ വേണ്ട എന്ന് പറഞ്ഞു എന്ന് ചോദിച്ച് ഗോണിനെ അലക്കിയ തുണിയെടുക്കാനും കുളിക്കാനും പറഞ്ഞയക്കുന്നു. നീ കുളി കഴിയുന്നതിന് മുന്നേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം എന്നും പറയുന്നുണ്ട്. നമ്മുടെ അമ്മമാരെ പോലെ തന്നെയല്ലേ, എല്ലാം അവർ തന്നെ ചെയ്യണം. ഗോൺ മനസ്സിൽ വിചാരിക്കുന്നു, ആന്റി ഇപ്പോഴും അതുപോലെ തന്നെ. കിൽവയും സമ്മതിക്കുന്നു, അതെ ആന്റി എപ്പോഴും അങ്ങനെയാ, സ്വീറ്റ് ആയിട്ട്. അവർ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭക്ഷണം റെഡി. കിൽവയ്ക്ക് എപ്പോഴും വിശക്കുന്ന ആളായതുകൊണ്ട് ഭക്ഷണം കണ്ടപാടെ അങ്ങ് കയറി ഇറങ്ങാൻ തുടങ്ങി. ബാക്കിയുള്ളവരൊക്കെ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ഗോൺ ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ നമ്മൾ ഭക്ഷണത്തിന് നന്ദി പറയാറുണ്ട്. എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. കിൽവ, നീയും കഴിക്കൂ എന്ന് മിറ്റോ ആന്റി പറയുന്നു. ഈ രംഗം വെറും ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല, കുടുംബത്തെക്കുറിച്ചും വീടിനെ വീടാക്കുന്ന ചെറിയ പാരമ്പര്യങ്ങളെക്കുറിച്ചുമാണ്. ഭക്ഷണം കഴിഞ്ഞ് ഗോൺ അഭിമാനത്തോടെ പറയുന്നു, മിറ്റോ ആന്റി നോക്ക്, എനിക്ക് ഹണ്ടർ ലൈസൻസ് കിട്ടി. കാർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ മിറ്റോ ആന്റി സ്റ്റൈലിൽ അതൊന്ന് പരിശോധിക്കുന്നു. ഓ, ഇതാണോ ഹണ്ടർ ലൈസൻസ്? വെറും ഒരു സിമ്പിൾ കാർഡല്ലേ, എന്താ ഇതിന്റെ പ്രത്യേകത? എന്നിട്ട് അതൊന്ന് വളച്ചു നോക്കുന്നുണ്ട്. ആന്റി പൊട്ടിക്കല്ലേ, കഷ്ടപ്പെട്ടാ കിട്ടിയതാ. ഗോൺ അത് വാങ്ങിക്കുന്നു. ഞാൻ ചുമ്മാ കളിച്ചതല്ലേടാ എന്ന് മിറ്റോ. അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ മിറ്റോ പറയുന്നു, കിലുവയ്ക്ക് ദ്വീപ് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ രണ്ടുപേരും വസ്ത്രങ്ങൾ ഉണക്കിയിട്. ഭക്ഷണത്തിന്റെ കാര്യമോ? ഗോൺ ചോദിക്കുമ്പോൾ മിറ്റോ പറയുന്നു, കാട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചോ. രണ്ടുപേരും ഓടിപ്പോകുന്നു. ദ്വീപിലെ അടിപൊളി കാഴ്ചകളൊക്കെ കിലുവയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗോൺ. ആദ്യ എപ്പിസോഡിൽ മീൻ പിടിച്ച സ്ഥലമൊക്കെ. എല്ലാം തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നത് കാണാൻ രസമുണ്ട്. അപ്പൊ കില്ലുവ അവനും ഒന്ന് ചൂണ്ടയിട്ട് നോക്കുക. ഒരു കരിമീൻ കിട്ടി. ഫോറസ്റ്റിൽ വെച്ചങ്ങ് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. ആ മണം കേട്ട് എന്തൊക്കെ മൃഗങ്ങളാ വരുന്നത്. ഒരു ഡിസ്നി മൂവിയിലെ പോലെ സീൻ. ഈ പിള്ളേർ ഇന്ന് ലേറ്റ് ആകുമെന്ന് തോന്നുന്നല്ലോ, ഒരു മുത്തശ്ശി പറയുന്നു. മിറ്റോ പറയുക, ഒന്നും വേണ്ട, അവൻ എപ്പോഴും ലേറ്റാ. ഇന്ന് കൂട്ടുകാരനും കൂടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും പറയണ്ട. ഞാൻ അവർക്ക് ഭക്ഷണവുമായിട്ട് പോകാം എന്ന് വിചാരിക്കുക. എന്തൊരമ്മയാ, എപ്പോഴും എല്ലാവർക്കും വയറു നിറയെ ഭക്ഷണം കിട്ടുന്നുണ്ടോന്ന് നോക്കിയിരിക്കും. ഗോണും കിൽവയും ഫോറസ്റ്റില് ചില്ലിംഗ് ആണ്. ഗോൺ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കിൽവയും ആകാശത്തേക്ക് നോക്കി പറയുന്നു, ഗോൺ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണെന്ന് പറഞ്ഞോ? നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? അറിയില്ല, പക്ഷേ എനിക്ക് എന്റെ അപ്പനെ കണ്ടുപിടിക്കണം. അപ്പനെ തിരയാൻ യോർക്ക് ന്യൂ സിറ്റിയിലേക്ക് പോകാനാ പ്ലാൻ. നമ്മൾക്കെല്ലാം ഫ്യൂച്ചറിനെ കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്തത് ടെൻഷനാണല്ലോ അല്ലെ? അതല്ലടാ ഞാൻ ചോദിച്ചത്. നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ എന്നോടൊപ്പം യോർക്ക് ന്യൂ സിറ്റിയിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലെ? അതെ, ഓഫ് കോഴ്സ്. പക്ഷേ നിനക്കും ഒരു ഗോൾ ഉണ്ടല്ലോ. നിനക്ക് നിന്റെ അപ്പനെ കണ്ടുപിടിക്കണം. ഞാൻ എന്റെ ഫാമിലി ബിസിനസ്സിലൊന്നും ഇൻവോൾവ് ആകാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞുതിരിയുകയാണ്. എന്തോ ഒരു ബോറൻ പോലെ പ്ലാനൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥ. അപ്പോഴാണ് ഗോൺ ഒരു സത്യം പറയുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട് കിൽവ, നിന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ ലോകത്തിന്റെ എല്ലാ കോണിലും ഞാൻ നിന്നോടൊപ്പം പോകണം. കിൽവയ്ക്ക് പെട്ടെന്ന് ചമ്മൽ. അതൊക്കെ പറയാൻ നീ ചമ്മുന്നില്ലേ? ഗോൺ എപ്പോഴും പോലെ സത്യസന്ധൻ. എന്തിനാ ചമ്മല്? നീ എന്റെ ചങ്ങാതിയല്ലേ? എന്തൊരു പ്യൂർ ആയിട്ടുള്ള കാര്യമാണല്ലേ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നിങ്ങൾക്ക് അവരെ എത്ര ഇഷ്ടമാണെന്ന് പറയുന്നത് പോലെ. ശരി, എന്നിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? കിൽവ ചോദിക്കുന്നു. ഗോൺ പറയുന്നു, നീ ഒരു പണി കണ്ടുപിടിക്കുന്നവരെ നമുക്ക് എന്റെ അച്ഛനെ ഒരുമിച്ച് അന്വേഷിച്ചാലോ? കിൽവ തിരിച്ചു പറയുന്നു, അതെ, അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് പോകും. ഗോൺ പറയുന്നു, എനിക്ക് എന്റെ അച്ഛനെ വലിയ മിസ് ചെയ്യുന്നു, എനിക്ക് അദ്ദേഹത്തെ കാണണം. കിൽവ പറയുന്നു, എന്റെ ഫാമിലി വളരെ ഭീകരമാണ്. കിൽവയുടെ ഈ വാചകം കേൾക്കുമ്പോൾ രണ്ടുപേരുടെയും ഫാമിലിയുടെയും അവരുടെ ലൈഫിലെ യാത്രയുടെയും വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നും.
കിൽവ പറയുന്നു, മിറ്റോ-സാൻ പോലെ ഒരു നല്ല അമ്മയെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെ. അത് ശരിയാ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി, നിന്റെ റിയൽ അമ്മ ആരാ? കിൽവ ചോദിക്കുന്നു. ഗോൺ പെട്ടെന്നൊന്ന് നിശബ്ദനാകുന്നു. എനിക്ക് എന്റെ അമ്മയെ എങ്ങനെയിരിക്കും എന്ന് പോലും അറിയില്ല. ഞാൻ ചിലപ്പോൾ അച്ഛനെക്കുറിച്ച് ചോദിക്കും, പക്ഷെ അമ്മയെക്കുറിച്ച് ചോദിക്കാൻ എനിക്ക് ധൈര്യം വന്നിട്ടില്ല. മിറ്റോ ആന്റി എന്നെ ചെറുപ്പം മുതലേ വളർത്തിയതാണ്. ഞാൻ അവരോട് ചോദിച്ച് അവരെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അവരെന്നെ സ്വന്തം മകരെ പോലെ വളർത്തി. അതുകൊണ്ട് ഞാൻ എപ്പോഴും മിറ്റോ-സാനെ എന്റെ അമ്മയായിട്ടാണ് കാണുന്നത്. എനിക്ക് വേറെ ആരെയും ആവശ്യമില്ല. അവരാണ് എന്റെ അമ്മ. ഗോൺ പറയുന്നു. മിറ്റോ എന്തൊരു അമ്മയാണെന്ന് വെച്ചാൽ ഗോണിന് അവരെ ആന്റിയായിട്ട് പോലും തോന്നുന്നില്ല. കിൽവ മറുപടി പറയുന്നു, എനിക്കും മിറ്റോ-സാൻ പോലൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗോൺ പറയുന്നു, നിന്റെ അമ്മയ്ക്ക് എന്താ കുഴപ്പം? അവരും നല്ലതാണല്ലോ. കിൽവ മറുപടി പറയുന്നു, എന്നാലും അവർ മിറ്റോ-സാൻ പോലെ നല്ലതല്ല. മിറ്റോ-സാൻ വളരെ സ്നേഹമുള്ള ആളാണ്. മിറ്റോ അവരെ നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് കാണിക്കുന്നു. അവർക്കുള്ള സ്നേഹം കണ്ട് അവർ വല്ലാതെ സന്തോഷിക്കുന്നു. നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അതൊരു നല്ല ഫീലിംഗ് ആണ്. ഗോണിന്റെയും കിൽവയുടെയും വാക്കുകൾ അതിന് തെളിവാണ്. അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. കിൽവ സ്ലീപ്പിംഗ് ബാഗ് ഒരുക്കാൻ തുടങ്ങുന്നു. ഗോൺ പാത്രങ്ങൾ കഴുകാൻ സഹായിക്കുന്നു. മിറ്റോ ചോദിക്കുന്നു, ഗോണെ നീയെന്ന് വീണ്ടും പോകാനാ പ്ലാൻ? ഗോൺ മറുപടി പറയുന്നു, 1 മാസം കഴിഞ്ഞായിരിക്കും, എനിക്ക് ഉറപ്പില്ല. മിറ്റോ ചോദിക്കുന്നു, പോയാൽ നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഗോൺ പറയുന്നു, ഇത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോകുക. മിറ്റോ സങ്കടത്തിലാകുന്നു. പക്ഷേ അവരുടെ മുറിയിൽ നിന്നൊരു ബ്ലാക്ക് ബോക്സുമായിട്ട് തിരിച്ചു വരുന്നു. നിന്റെ അച്ഛൻ നിനക്കിത് തരാൻ എന്നോട് പറഞ്ഞിരുന്നു. ഗിങ് ഫ്രീക്സ് പറഞ്ഞു, നീ ഒരു ഹണ്ടർ ആകുമ്പോൾ ഇത് തരണമെന്ന്. അതുകൊണ്ടാ ഞാൻ ഈ ബോക്സ് സൂക്ഷിച്ചു വെച്ചത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. തുറക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. നീ ഒന്ന് ട്രൈ ചെയ്യ. ഇന്ന് രാത്രി ഞാൻ നിന്നോട് നിന്റെ അച്ഛനെ കുറിച്ച് എല്ലാം പറഞ്ഞു തരാം. മിറ്റോ പറയുന്നു, സത്യം പറഞ്ഞാൽ ഗോണെ, ഗിങ് ഫ്രീക്സ് എന്റെ കസിനാണ്. നിന്നെപ്പോലെ തന്നെ 12 വയസ്സുള്ളപ്പോൾ മുതൽ അയാൾക്ക് ഹണ്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ നീയും അയാളെപ്പോലെയായി വളരുന്നു. മിറ്റോ പറയുന്നു, ഗോൺ എപ്പോഴും അച്ഛന്റെ പാത പിന്തുടരാൻ വിധിക്കപ്പെട്ടവനായിരുന്നു എന്ന് തോന്നിപ്പോകും. വിറ്റോ പറയുന്നു, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എനിക്ക് ഗിങ്ങിനെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ അവനെ എല്ലായിടത്തും പിന്തുടരും. പക്ഷേ അവൻ ഒരിക്കലും എന്നെ ശ്രദ്ധിച്ചില്ല. ഒരു മുത്തശ്ശി കയറി ചോദിക്കുന്നു, നിങ്ങളുടെ അച്ഛനമ്മമാർ ഒരു അപകടത്തിൽ മരിച്ചു അല്ലേ? മിറ്റോയുടെ അച്ഛനമ്മമാരും മരിച്ചു. മിറ്റോ സ്ഥിരീകരിക്കുന്നു, അതെ, എന്റെ അച്ഛനമ്മമാർ ഒരു അപകടത്തിൽ മരിച്ചു. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും ആരംഭിച്ചത് ഗിങ് ഹണ്ടർ പരീക്ഷയ്ക്ക് പോയപ്പോഴാണ്. അവൻ പോയതിന്റെ പിറ്റേന്ന് എന്റെ അച്ഛനമ്മമാർ ഒരു കാർ അപകടത്തിൽ മരിച്ചു. എന്റെ മുത്തശ്ശൻ മീൻ പിടിക്കാൻ പോയിട്ട് അപ്രത്യക്ഷനായി. എന്തൊരു ദാരുണമായ ചരിത്രം. ശരിക്കും സങ്കടകരമാണ്. അവർ കൂട്ടിച്ചേർക്കുന്നു, 10 വർഷത്തിന് ശേഷം ഗിങ് നിന്നെയും കയ്യിലെടുത്ത് തിമിംഗല ദ്വീപിലേക്ക് മടങ്ങി. അവൻ നിന്നെ വളർത്താൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ നീ അവന്റെ മകനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവനും നിങ്ങളുടെ അമ്മയും വേർപിരിഞ്ഞുവെന്ന് ഒരു കഥ പറഞ്ഞു. അതിനുശേഷം മിറ്റോ നിന്നോട് ദേഷ്യപ്പെട്ടു. കാരണം അവൾക്ക് എപ്പോഴും ഗിങ്ങിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവൻ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്ന് മുത്തശ്ശി പറയുന്നു. മിറ്റോ ഇടപെടുന്നു, മുത്തശ്ശി അതൊക്കെ പറയേണ്ട കാര്യമില്ല. മിറ്റോ കൂട്ടിച്ചേർക്കുന്നു, ഗിങ് കുഞ്ഞ് ഗോളുമായി പോയ അതേ ദിവസം തന്നെയാണ് എന്റെ 2 കസിൻസ് മരിച്ചത്. അവളുടെ മാതാപിതാക്കളെ പരാമർശിച്ചുകൊണ്ട് അവൾ കൂട്ടിച്ചേർക്കുന്നു, അവൻ ഈ കറുത്ത പെട്ടി നിനക്ക് തന്നിട്ട് പോയി. മുത്തശ്ശി പറയുന്നു, അതെ, ആ പെട്ടി എനിക്ക് കളയാനായിരുന്നു. ഞാനത് കുടിച്ചിടാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. ഗോൺ പെട്ടി ഒളിപ്പിക്കുന്നു. വിറ്റോ പറയുന്നു, നിങ്ങളുടെ അച്ഛനെ കുറിച്ച് എനിക്കറിയാവുന്നതെല്ലാം അത്രമാത്രം. നിങ്ങളുടെ അമ്മയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും നിങ്ങളുടെ അമ്മയെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ക്ഷമിക്കണം. ഗോൺ മറുപടി പറയുന്നു, പെട്ടി തന്നത് മതി. ഗിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? മിറ്റോ അത്ഭുതപ്പെടുന്നു. എന്തിനാണ് നീ അവനെ ഗിങ് എന്ന് വിളിക്കുന്നത്? അവൾ ചോദിക്കുന്നു. ഗോൺ മറുപടി പറയുന്നു, അവനെ അച്ഛ എന്ന് വിളിക്കാൻ എനിക്ക് കുറച്ച് നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ അവനെ ഗിങ് എന്ന് വിളിക്കുന്നു. ഗിങ്ങിന് എന്റെ പ്രായത്തിലുള്ള എന്തെങ്കിലും കൂട്ടുകാരുണ്ടോ? മിറ്റോ മറുപടി പറയുന്നു, ഇല്ല, നീ മാത്രമാണ്. 12 വയസ്സ് മുതൽ അവനും ഞാനും ഒരുമിച്ച് ചുറ്റിത്തിരിയാറുണ്ടായിരുന്നു. ഒളിച്ചു കളിക്കുമ്പോൾ താൻ എങ്ങനെ കാണാതാകുമായിരുന്നുവെന്നും ഗിങ് മാത്രമേ തന്നെ കണ്ടെത്തുകയുള്ളൂവെന്നും അവൾ ഓർക്കുന്നു. അവൻ തന്നെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചു. വിറ്റോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴെല്ലാം ഗിങ് മാത്രമേ അവളെ രക്ഷിക്കുകയുള്ളൂവെന്ന് സൂചനയുണ്ട്. വിറ്റോയുടെ ജീവിതം ചെറുപ്പം മുതലേ ഗിങ്ങിന്റെ ജീവിതവുമായി അടുത്ത ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. നേരത്തെ ഉറങ്ങിക്കിടന്ന കിൽവ ഇപ്പോൾ പൂർണ്ണമായും ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഗോൺ ആ ബോക്സ് കിലുവയെ കാണിക്കുന്നു. ഇത് ശരിക്കും നിന്റെ അച്ഛൻ തന്നതാണോടാ? കിലുവ ചോദിക്കുന്നു. അതെ, എന്റെ അച്ഛനാണ് എനിക്കിത് തന്നത്. പക്ഷേ എനിക്കിതെങ്ങനെ തുറക്കണമെന്നറിയില്ല. ഗോൺ മറുപടി പറയുന്നു, ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് ഇത് തുറക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് കിലുവ ബോക്സ് തിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. ഉള്ളിലൊന്നുമില്ല, ഒരു ശബ്ദവുമില്ല. കിലുവ പറയുന്നു, ഈ ബോക്സ് വെച്ച് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്റെ അച്ഛൻ എനിക്കിത് തന്നിട്ട് പോയി. ഉള്ളിലൊന്നുമില്ല. ഇത് മുഴുവനും ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗോൺ ബോക്സ് എറിഞ്ഞു കളിക്കുന്നു.
ചോദിക്കുന്നു. എന്തെങ്കിലും കിട്ടിയിട്ട് അത് വെച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. പെട്ടെന്ന് സൂര്യപ്രകാശം ബോക്സിൽ പതിഞ്ഞപ്പോൾ കിലുവയ്ക്ക് ഒരു ബുദ്ധി തോന്നി. ഗോണെ, എനിക്കൊരു ഐഡിയ കിട്ടി. നിനക്ക് ഹണ്ടർ ആകുന്നതിന് മുമ്പാണല്ലോ നിന്റെ അച്ഛൻ ഈ ബോക്സ് തന്നത്. പക്ഷേ മിറ്റോയോട് ഹണ്ടർ ആയതിനു ശേഷം തരാൻ പറഞ്ഞു. അതുകൊണ്ട് ഇത് തുറക്കാൻ ഹണ്ടർ ആകുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേണം. ഗോൺ ചോദിക്കുന്നു, അപ്പൊ നമുക്കിത് എങ്ങനെ തുറക്കാനാ? കിലുവ പറയുന്നു, അതെ, എനിക്കറിയാം, നമ്മളിത് ഹണ്ടർ കാർഡ് ഉപയോഗിച്ച് വേണം തുറക്കാൻ. അവൻ നെൻ ഉപയോഗിച്ച് തുറക്കാൻ നിർദ്ദേശിക്കുന്നു. ഗോൺ നെൻ ഉപയോഗിച്ചു. ബോക്സ് പൊട്ടിത്തെറിച്ചു. ഉള്ളിലുള്ളത് പുറത്തു വന്നു. കിലുവ ആ ഇരുമ്പിന്റെ കഷണങ്ങൾ പരിശോധിക്കുന്നു. ഇത് സാധാരണ മെറ്റലാണല്ലോ, അവൻ പറയുന്നു. ആ മെറ്റൽ കഷണങ്ങളിൽ ചില ടെക്സ്ചറുകൾ, ഒരു പരിചിതമായ ഡിസൈൻ കിലുവ ശ്രദ്ധിക്കുന്നു. ഗോൺ പറയുന്നു, ഇത് മാസ്റ്റർ വിങ് എന്റെ കയ്യിൽ കെട്ടിത്തന്നിരുന്ന ആ ഒരു സ്ട്രിങ്ങിന്റെ ഡിസൈൻ ആണ്. നെൻ ഉപയോഗിച്ചാൽ മാത്രമേ ഇത് തുറക്കൂ. ഒരു യാത്രയിലെ വ്യത്യസ്ത ഭാവങ്ങൾ അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ എത്ര രസമാണ്. അവർ ഒരു ടേപ്പ് റെക്കോർഡറും മെമ്മറി കാർഡും ഒരു മോതിരവും കണ്ടെത്തുന്നു. ഇത് വെച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു പക്ഷേ ടേപ്പിൽ എന്തെങ്കിലും ഉണ്ടാവും. മോതിരം സൂക്ഷിച്ചു വെച്ചോ, നിന്റെ അച്ഛന്റെ വക ഒരു ട്രാപ്പായിരിക്കും, കിലുവ പറയുന്നു. എന്റെ അച്ഛൻ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണോ? ഗോൺ ചോദിക്കുന്നു. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ, കിലുവ പറയുന്നു. ശരി, ഞാൻ ടേപ്പ് റെക്കോർഡർ കൊണ്ടുവരാം, ഗോൺ പറയുന്നു. ഗോൺ ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്യുന്നു. ആദ്യം വെറും സ്റ്റാറ്റിക് ശബ്ദം മാത്രം. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ശബ്ദം കേൾക്കുന്നു. ഗോണെ, എനിക്ക് കേൾക്കാൻ പറ്റുമോ? നീ ഹണ്ടറായോ? നിനക്ക് നിന്റെ അച്ഛനെ കാണണോ? ഗോണിന്റെ അച്ഛൻ റെക്കോർഡ് ചെയ്തു വെച്ച ഒരു സന്ദേശമാണ്. ഗോണിന്റെ അച്ഛൻ പണ്ട് ഈ സന്ദേശം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് എങ്ങനെയുണ്ട് മച്ചാമാരെ? കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് സീൻ ഏതാണെന്നും പറയണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഗോൺ മിറ്റോ ആണ് എന്റെ യഥാർത്ഥ അമ്മ എന്ന് പറയുന്നതാണ്. ഈ ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ ഫ്രം അനിമെ മല്ലു.